ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്രീസ് വ്ലോഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെയിലി വ്ലോഗാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അവളിപ്പോൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, എന്തോ മീൻ മുളക് ഇടുക അങ്ങനെ എന്തോ ഒരു പരിപാടിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അയില നമുക്ക് മുളക് ഇടാനുണ്ട്. ചെറിയ അയിലാണ്, കുഞ്ഞൻ അയില അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ മുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് മൺചട്ടിയിലായിട്ട് ഉണ്ടാക്കുന്നത്. മൺചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, അടുപ്പിൽ വെച്ചിട്ടുണ്ട്, കഞ്ഞി വരുന്നുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുകും ഉലുവി എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് പൊട്ടിക്കാൻ. എന്താ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, തക്കാളി, മുളക് ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കലാ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, രണ്ടാമത് മല്ലിപ്പൊടി അല്ലേ, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റില്ലേ, നന്നായിട്ട് വെക്കണല്ലേ. പിന്നെ പുളി, അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇതുപോലെ പുറത്ത് പോകുന്ന വിധത്തിൽ ഇളക്കണം അല്ലേ. അടുത്തതിന് മീൻ പൊരിക്കാനുള്ളതാണ്. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി വേണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീനിൻ്റെ പുറത്ത് പുരട്ടണം. കുറച്ച് ഉപ്പും വേണം കേട്ടോ. അപ്പോൾ അതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മസാല എല്ലാ മസാലയും കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മീനിൻ്റെ പുറത്ത് പുരട്ടാനുള്ളത്. ചെറിയ അയില കേട്ടോ. ഇവിടെ പൊരിക്കാനുള്ള മീൻ ഫുള്ള് മസാല ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനും അനാവശ്യത്തിനുള്ളുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് പൊരിക്കുക. ഇനി നമുക്ക് ബാക്കി മീൻ മുളകിടാനുള്ള പണിയാണ് നോക്കാം. ഇത് പൊരിക്കാൻ മസാല ഇട്ട് കേട്ടോ. വെള്ളം പറ്റിക്കാനുള്ള ഇവിടെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അവിടെ അതിന് സെറ്റാക്കി വെച്ചാൽ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള പരിപാടികൾ കഴിഞ്ഞ് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉമ്മാക്കുള്ള മീനായി. ഇതിൻ്റെ കഷ്ണം വരില്ല എന്ന് പറയണേ. മണം വരുന്നുണ്ടോ? അച്ചീനടക്കമുള്ള കുട്ടീനായിട്ട് നടക്കുന്നുണ്ട്. ഉറക്കിക്കാള അച്ചീന. പൊന്നിന്റെ ലച്ചിനാണ്. പൊന്നൂര് കൊടുക്കൂല. പൊന്നു കുട്ടീനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കും. എന്നിട്ട് കുട്ടീനെ പൊന്നൂര് കൊടുക്കൂല. അതെ, പൊന്നൂരോട് ഞാൻ പറയും വാ നമുക്ക് കാക്കൂന്റെ അടുത്ത് പോവാന്ന്. അപ്പൊ പറഞ്ഞേ കാക്കു കാക്കു കാക്കുവിന് ഇത് കൊടുക്കണമെന്ന്. അപ്പൊ ഇത് പിടിക്കാനായിട്ട് അവളത് അതെടുത്ത് രണ്ടാളും കണക്കാ, ഒരേ പ്രായതുകൊണ്ട്. പൊന്നിയുടെ കുട്ടിയുടെ ഉറങ്ങിക്കൂടാ? പൊന്നു ഉറങ്ങിയ കുട്ടി? പൊന്നിയുടെ കുട്ടി ഉറങ്ങിക്കണു കേട്ടാ. ചേച്ചിയുടെ കുട്ടി ഉറങ്ങിയാവില്ല, കൊന്നതേ കാരണം ഇപ്പൊ. തുടച്ചു കഴിഞ്ഞിട്ടില്ലേ ഇവളൊക്കെയാണ് തുടച്ചു കീർക്കാവുക. നല്ല ആളാണ്, കുട്ടീനെ പിടിച്ച് കിടക്കാണ്. കൊച്ചിനെ വാശിയേറിയ തുടക്കൽ മത്സരം നടന്നുകൊണ്ടിരിക്കട്ടോ. എന്തല്ലേ
ആ തുടച്ചപ്പോ ഓക്കെ അവിടുത്തെ ഒരവിടുത്തെ ഒന്നോടെടുത്ത അവിടുത്തെ പൊന്നിന്റെ കുട്ടിയാ ഉറങ്ങിയാ പൊന്നിന്റെ കുട്ടീന്റെ പേരെന്താ അത് മാമിന്റെ അല്ലേ മാമിന്റെ കുട്ടിയല്ലേ മാമിന്റെ കുട്ടി ഉറങ്ങി നിന്റെ കുട്ടി ഉറങ്ങിയാ പിന്നെയും തുടങ്ങി ആ തൊട്ടക്കച്ചിന ഒരു പണി വരെയൊക്കെ എടുക്കൂല ഞാൻ നീ എന്തേലും ഒരു പണി എടുക്കണ്ടോ നോക്കാൻ വന്നല്ലേ ആ എന്റെ പണികളൊക്കെ കഴിഞ്ഞു കാക്കുതൊത്തേന്നാ ഈ പാവനായിട്ട് അന്നെ കളിയാക്കിട്ട് ഇത്രയും നേരം ഇച്ചിരുന്ന് കളിക്കലായിരുന്നു കേട്ടോ പൊന്നു ഇരുന്ന് കളിപ്പിക്കലായിരുന്നു ഇച്ചാ എന്നാ ഇച്ചാടെ ബേബി അഭിനയിക്കല്ലേ അഭിനയിക്കല്ലേ ഇതെന്തൊന്നറിയില്ലേ ആ ഇത്രയും നേരം അതിനായിട്ടിരുന്ന് കളിക്കായിരുന്നു ആ പറഞ്ഞു കൊടുക്ക് കാക്കുവിന്റെ പാവയുടെ കാക്കുവിന്റെ ബേബിയോടെ കാക്കുവിന്റെ ബേബീനെ എടുത്തേ പൊന്നോ കാക്കുവിന്റെ ബേബീനെ എടുക്കേ ദേ കാക്കുവിന്റെ ബേബീനെ എടുക്കേ മാമിന്റെ ബേബിടാ മാമിന്റെ ബേബി മാമിന്റെ ബേബിടാ ഇത് മാമിന്റെ ബേബി അല്ലേ 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 അതുപോലെ തന്നെ നമ്മളെ കിളികളൊക്കെ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണിച്ചാക്ക് ഇവിടെ ഇത് സമാസമോ ചാക്കിത് എനിക്ക് ഇത് മതി ഇതാണ് കൂടുതൽ ഇത് എടുത്താ മതി ആ കയ്യില് ഫുള്ള് ഇട്ടേ എന്നിട്ട് അതിൽ കേടുന്നുണ്ട് അപ്പൊ അച്ചീന കുറച്ച് അനാറ് കൊണ്ടുവന്നുണ്ട് അതിന്ന് കട്ടെടുത്തു മോഷ്ടിച്ചു കൊണ്ടുവന്ന് കള്ളി. ഇനി നമുക്ക് കൈ ചിത്താനായിട്ട് ഇത്താക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിനി മലപ്പുറത്തേക്ക് പോകണം. അറിയാത്തൊരു കറിയാൻ നമ്മൾ പ്രോപ്പർ മലപ്പുറം തന്നെയാണ്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ പ്രോപ്പർ മലപ്പുറത്തേക്ക് അല്ലേ? അല്ല, അങ്ങനെയല്ല, നമ്മുടെ മലപ്പുറത്താണ്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ മലപ്പുറത്തേക്ക്, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടേക്ക് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണം. അപ്പോൾ പോയി നോക്കിയിട്ട് വരാൻ. അല്ല, ഇത്താക്ക് ഫീഡിങ് ഡ്രസ്സ് കിട്ടണം. അപ്പോൾ അത് എല്ലാ ഷോപ്പിലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു ഷോപ്പ് നോക്കി നടക്കണം. ഞാൻ പറയട്ടിച്ച, നല്ല വെയിലുണ്ട്. മഴക്ക് എവിടെ പോയിന്ന് അറിയില്ല. ഇച്ചാക്ക് ചൂടുണ്ടെങ്കിൽ നല്ല മഴയാണെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങൾക്കായിട്ട് ഇപ്പൊ പോകാൻ നിൽക്കാണ്. അപ്പൊ ഒരുങ്ങണം, കുളിക്കണം, മാറ്റണം, പോണം അല്ലേ? അതെ. അപ്പൊ നമുക്ക് നീ ഡ്രസ് എടുക്കാൻ പോവാം. അപ്പൊ ഇത്രയും പൊന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ട്രെൻഡ്സിൽ വന്നിരിക്കണ്. അവർക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻ ആദ്യം നോക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണോ വേണ്ട നോക്കല. ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായി, പൊന്നൂനുള്ളത്. ഇഷ്ടാക്കുള്ളത് പിന്നെ ഇവിടെ ഇല്ല. അപ്പോൾ പൊന്നൂനുള്ള ഡ്രസ്സ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.